ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൻ. രാത്രികാലങ്ങളിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും നമുക്ക് കാണുവാനായി സാധിക്കും. ഓരോന്നിനും അതിൻ്റേതായ തിളക്കവും രൂപവുമുണ്ട്. എന്നാൽ ചില അദൃശ്യ രൂപങ്ങൾ ഈ പ്രപഞ്ചത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലോ വെറും റേഡിയോ തരംഗങ്ങളിൽ കൂടെ മാത്രം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഭീമാകാരന്മാരായ പ്രപഞ്ചത്തിൻ്റെ അഗന്ധതയിൽ മറഞ്ഞിരിക്കുന്ന ചില പ്രേതവലയങ്ങൾ. ഇതാണ് ജ്യോതിശാസ്ത്രജ്ഞരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഓഡ് റേഡിയോ സർക്കിളുകൾ അഥവാ ORCs. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 2019 ഓസ്ട്രേലിയയിലെ ആക്സബ് റേഡിയോ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന അന്ന കബിൻസ്ക എന്ന ജ്യോതിശാസ്ത്രജ്ഞ ഒരു കൂട്ടം വിചിത്ര സിഗ്നലുകളെ ശ്രദ്ധിക്കുകയുണ്ടായി. അവ മങ്ങിയതും എന്നാൽ കൃത്യമായ വൃത്താകൃതിയും ഉള്ളതായിരുന്നു. ആദ്യമൊക്കെ അത് ടെലിസ്കോപ്പിൻ്റെ തകരാറോ ഡേറ്റയിലെ പിഴവോ ആയിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ സംശയിച്ചു. കാരണം പ്രപഞ്ചത്തിൽ അങ്ങനെയൊരു ഘടന സാധ്യമല്ലെന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുകയും അത് വെറുമൊരു തെറ്റിദ്ധാരണയല്ലെന്ന് തെളിയുകയും ചെയ്തു. ഓസ്ട്രേലിയയിലെ തന്നെ മെർക്കാറ്റ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ പരിശോധനകളിൽ ഈ വൃത്താകൃതിയിലുള്ള പ്രതിഭാസം യഥാർത്ഥത്തിൽ അവിടെയുണ്ടെന്ന് തെളിയുകയും, പക്ഷേ ഇവ നക്ഷത്രങ്ങളോ ഗാലക്സികളോ അതുമല്ലെങ്കിൽ നമുക്ക് പരിചിതമായ മറ്റെന്തെങ്കിലും ബഹിരാകാശ വസ്തുക്കളോ ആയിരുന്നില്ല. ദൃശ്യപ്രകാശത്തിൽ അവ പൂർണ്ണമായി അദൃശ്യവുമായിരുന്നു. റേഡിയോ തരംഗങ്ങളിൽ മാത്രമാണ് നമുക്കവയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനും കഴിഞ്ഞിരുന്നത്. ORCകളെ അക്ഷരാർത്ഥത്തിൽ അതിശയകരമായ റേഡിയോ വലയങ്ങൾ എന്ന് വിശേഷിപ്പിക്കാം. കാരണം അവയുടെ പ്രത്യേകതകൾ അത്രയേറെ അവിശ്വസനീയമാണ്. നമ്മുടെ സ്വന്തം മിൽക്കി വേ ഗാലക്സി 1,00,000 പ്രകാശവർഷത്തോളം വ്യാസമുള്ള ഒരു ഗാലക്സിയാണ്. എന്നാൽ ഈ ORCകൾക്ക് അതിൻ്റെ 30 മുതൽ 50 മടങ്ങ് വരെ വലുപ്പമുണ്ട്. ദശലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾ വ്യാസമുള്ള പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും വലിയ ഘടനകളിൽ ഒന്നാണിവ. ഇത്രയും വലിയൊരു ഘടനയ്ക്ക് സാധാരണയായി ഒരു കൃത്യമായ രൂപമുണ്ടാകില്ല. എന്നാൽ ORCകൾക്ക് ഏറെക്കുറെ തികഞ്ഞ വൃത്താകൃതിയാണുള്ളത്. ഇത് ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രധാന ഘടകവുമാണ്. സാധാരണ ബഹിരാകാശ വസ്തുക്കളുടെ കേന്ദ്രഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിളക്കം കാണുക. എന്നാൽ ORCകളുടെ പുറം വലയത്തിനാണ് കൂടുതൽ തിളക്കമുള്ളത്. ഒരു തരം നേരിയ വലയം പോലെയാണവ റേഡിയോ ചിത്രങ്ങളിൽ തെളിയുകയും ചെയ്യുന്നത്. റേഡിയോ തരംഗങ്ങളില്ലാതെ എക്സ്റേയും ദൃശ്യപ്രകാശവും ഇൻഫ്രാറെഡും തുടങ്ങിയ മറ്റ് തരംഗ ദൈർഘ്യങ്ങളിൽ ഇവയെ നമുക്ക് കാണുവാനും സാധിക്കുകയില്ല. ഇതിവയുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവയിൽ വാതകങ്ങളുണ്ടെങ്കിലും അവ നമ്മുടെ നെബുലകളെപ്പോലെ സാന്ദ്രമല്ല, മറിച്ച് അങ്ങേയറ്റം നേർത്തവയാണ്. അത്ര നേർത്തതുകൊണ്ട് തന്നെ ഒരു ORCയുടെ ഉള്ളിൽ പോയി നിന്നാൽ പോലും അവിടെ എന്തെങ്കിലുമുണ്ടെന്ന് തിരിച്ചറിയുവാനും പ്രയാസമായിരിക്കും. ഇത്രയും പ്രത്യേകതകളുള്ള ഈ ഘടനകൾ എങ്ങനെ രൂപം കൊണ്ടു എന്നതിന് ശാസ്ത്രലോകത്തിന് ഇതുവരെ തൃപ്തികരമായ ഒരു ഉത്തരം നൽകുവാനായി കഴിഞ്ഞിട്ടുമില്ല. നിലവിലുള്ള ഏതൊരു പ്രപഞ്ച പ്രതിഭാസവുമായി ഇവയെ ചേർത്ത് നിർത്താൻ നോക്കിയാലും, ഉദാഹരണത്തിന് നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ അവശേഷിക്കുന്ന വാതകങ്ങൾ ഒരു വലയം പോലെ രൂപപ്പെടാറുണ്ട്. എന്നാൽ ഇവ ORCയേക്കാൾ വളരെ ചെറുതാണ്. കൂടുതൽ ഇവയ്ക്ക് ORCയെപ്പോലെ കൃത്യമായൊരു വലയം രൂപം കൊള്ളാറുണ്ട്. ഇവയാണ് റിംഗ് ഗാലക്സികൾ. ഇവയും റേഡിയോ തരംഗങ്ങൾ പുറത്തുവിടുന്നുണ്ടെങ്കിലും റിംഗ് ഗാലക്സികളെ ദൃശ്യപ്രകാശത്തിലൂടെ നമുക്ക് കാണുവാനായും സാധിക്കും. അവ ORCകളെ പോലെ അദൃശ്യവുമായിരിക്കുകയുമില്ല. നിലവിൽ ORCകളെ വിശദീകരിക്കുവാൻ ശാസ്ത്രലോകത്തിന് പ്രധാനമായും 2 സിദ്ധാന്തങ്ങളാണ് സജീവമായുള്ളത്. ചില ഗാലക്സികളുടെ മധ്യത്തിലുള്ള സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾ വൻതോതിൽ പദാർത്ഥങ്ങളെ വലിച്ചെടുക്കുമ്പോൾ അവയുടെ ധ്രുവങ്ങളിലൂടെ അതിശക്തമായ ഊർജപ്രവാഹങ്ങൾ അഥവാ ജെറ്റുകൾ പുറത്തേക്ക് വരുന്നു.
ഈ ജെറ്റുകൾക്ക് ദശലക്ഷക്കണക്കിന് പ്രകാശവർഷം വരെ ദൂരം സഞ്ചരിക്കുവാൻ സാധിക്കുകയും ഈ ജെറ്റുകളുടെ അറ്റങ്ങളിൽ ഊർജം കുമിഞ്ഞുകൂടുകയും ഒവാർസികൾ പോലുള്ള ഗോളാകൃതിയിലുള്ള ഘടനകൾ രൂപപ്പെടാൻ സാധ്യതയുമുണ്ടെന്ന് ഒരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നു. ഈ ഗോളങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോഴാണ് അവയെ നമുക്ക് വൃത്താകൃതിയിൽ കാണുന്നതത്രേ. എന്നാൽ പക്ഷേ ഒവാർസികളുടെ സമീപത്തോ ഒന്നും തന്നെ വളരെ സജീവമായ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ സാന്നിധ്യം ഇതുവരെ നമുക്ക് കണ്ടെത്തുവാനുമായി സാധിച്ചിട്ടുമില്ല. രണ്ടാമതായി ഒരാശയം മുന്നോട്ട് വെച്ചത് ഇതായിരുന്നു. രണ്ട് ഭീമാകാരന്മാരായ ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒന്നായി മാറുമ്പോൾ അതിൻ്റെ പ്രകമ്പനമായി ഒവാർസികൾ പോലുള്ള ഘടനകൾ രൂപപ്പെട്ടിരിക്കാമെന്ന് ചില ശാസ്ത്രജ്ഞർ വാദിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ കൂട്ടിയിടിച്ച ബ്ലാക്ക് ഹോളുകളോ അവ നിലനിന്നിരുന്ന ഗാലക്സികളോ എവിടെ പോയി? അതുമൊരു ചോദ്യചിഹ്നമായി പിന്നെ അവശേഷിക്കുകയും ചെയ്തു. 2019 ആദ്യമായി നമ്മൾ 3 ഒവാർസുകളെ കണ്ടെത്തിയതിന് ശേഷം പിന്നീട് 3 ഒവാർസുകളെ കൂടി നമ്മൾ തിരിച്ചറിയുകയുണ്ടായി. അതായത് ഇതുവരെ 6 ഒവാർസുകളെ മാത്രമാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയുടെ വിശദമായ പഠനത്തിന് ഇത് വലിയൊരു വെല്ലുവിളിയുമാകുന്നുണ്ട്. കൂടുതൽ ഒവാർസുകളെ കണ്ടെത്തുകയും കൂടുതൽ ശക്തമായ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് ഇവയെ സമഗ്രമായി പഠിക്കുകയും ചെയ്താൽ മാത്രമേ പ്രപഞ്ചത്തിലെ ഈ പ്രേതവലയങ്ങളുടെ നിഗൂഢതകൾ നമുക്ക് ചുരുളഴിക്കുവാനും സാധിക്കുകയുള്ളൂ. ഈ അദൃശ്യ പ്രതിഭാസങ്ങൾ പ്രപഞ്ച രൂപീകരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളും ഒരുപക്ഷെ മാറ്റിമറിക്കുവാനും സാധ്യതയുമുണ്ട്. നമ്മുടെ പ്രപഞ്ചം നമ്മളതിനെ കൂടുതൽ അടുത്തറിയും തോറും അത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെയിരിക്കും. നമ്മൾ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുമ്പോൾ ഉത്തരം കണ്ടെത്താത്ത 2 ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് പ്രപഞ്ചം ഇട്ട് നൽകുകയും ചെയ്യും. സോ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ സൗണ്ടിന് ഇച്ചിരി പ്രശ്നമുണ്ട്, അതൊന്ന് ക്ഷമിക്കുകയും ചെയ്യുക. ടാറ്റാ ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.